ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഡക്ക് റോസ്റ്റാണ്. പ്രത്യേകിച്ചും ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് അപ്പവും ഡക്ക് റോസ്റ്റും ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അപ്പവും ചിക്കൻ സ്റ്റ്യൂവും. ഞാൻ ഇപ്പോൾ 1.5 കിലോയുടെ ഡക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അളവ് പറയുന്നത് 1.5 കിലോയുടെ ഒരു ഡക്കിനുള്ളതാണ് കണക്ക് പറയുന്നത് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാളയുള്ളി, ഇഞ്ചി ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, വെളുത്തുള്ളി വലിയ ഒരു അല്ലികൾ 15 എണ്ണം, പച്ചമുളക് ഒരു 3-4 എണ്ണം, തക്കാളി ഒരു 3 മീഡിയം. ക്രിസ്മസിൻ്റെ ചില കാര്യങ്ങളുമായിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നത് കാരണം ഞാനിതെല്ലാം വലുതായിട്ട് മുറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് ഞാനതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്, ശരിയായിട്ടുള്ള ഒരു രീതി ചെയ്യേണ്ടത്, സവാള കൊത്തി അരിയുക, തീരെ ചെറുതാവണ്ട. തക്കാളി ചെറുതായിട്ട് അരിയുക. ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്നിച്ച് നന്നായിട്ട് ചതക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം കൂടി ഇട്ട് താറാവ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് താറാവിൻ്റെ കഷ്ണങ്ങൾ മാറ്റി, പിന്നെ ഈ ഉള്ളി, തക്കാളി അതെല്ലാം നമുക്ക് അതിൽ നിന്ന് മാറ്റേണ്ടതാണ്. അത് രണ്ടും രണ്ടാക്കണം. സ്റ്റോക്ക് വേറെയാക്കണം. അതിൻ്റെ ഒരു ചാറുണ്ടല്ലോ, ആ വെന്ത ചാറ് നമുക്ക് വേറെയാക്കണം. ഇപ്പം ഞാൻ ആ കൂട്ടിലേക്ക് 1 കപ്പ് വെള്ളവും ഒരു 1.5 ടീസ്പൂൺ വിനാഗിരിയും, പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പും, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി, പിന്നെ കറിവേപ്പിലയും. ഞാൻ ധൃതിയിലിടയ്ക്ക് കറിവേപ്പില ഇടാൻ മറന്നുപോയി. പക്ഷേ ഞാൻ ഏറ്റവും അവസാനമാണ് കറിവേപ്പില കുറച്ച് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ എടുക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ, അതിന് നേരെ പകുതി മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്, പിന്നെ കറുവപ്പട്ട 1 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം, ഏലക്ക ഒരു 5 എണ്ണം, ഗ്രാമ്പൂ ഒരു 5 എണ്ണം, പെരിഞ്ജീരകം 1.25 ടീസ്പൂൺ, കുരുമുളക് 2 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ഒരുപാടങ്ങ് കൂടിപ്പോകല്ലേ, കാരണം നമ്മുടെ മസാലകൾ അതിനകത്തുള്ളത് കൊണ്ട് ചിലപ്പം അടിഞ്ഞു കിട്ടാൻ പാടായിരിക്കും. നമുക്ക് ആ മേലെ പറഞ്ഞിരിക്കുന്ന ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ജീരകം അതെല്ലാം നമുക്ക് ആ മിക്സി ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ വലിയ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഒന്ന് വീണ് ചെറുതായിട്ടൊന്ന് ചളുങ്ങി. അപ്പം ആ 2 ഡക്കും കൂടെ അതിനകത്ത് ചെയ്യാൻ പറ്റാതെ ആദ്യം ചെറിയ കുക്കറി വെച്ചു, പിന്നെ വലിയ കുക്കറി വെച്ചു, പിന്നെ രണ്ടാമത് വീണ്ടും ചെറിയ കുക്കറിൽ രണ്ടായിട്ട് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ 2 ബാച്ച് ഡക്കും റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഡക്കിൻ്റെ പീസസ് വേറെ അതിനകത്ത് കിടക്കുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം മാറ്റി അത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയിലിട്ട് ഒരു കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ചതഞ്ഞതുപോലെ കിട്ടും. പിന്നെ നമുക്ക് ഡക്ക് വേവിച്ച് വെള്ളവും മാറ്റി വെക്കണം. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡക്കിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു എണ്ണയുണ്ടല്ലോ, അതിൻ്റെ തന്നെ ആ ഒരു നെയ്യ് നമുക്ക് നല്ലൊരു കട്ടിയായിട്ട് കിട്ടും. ആ കട്ടിയായിട്ടുള്ള ആ ഒരു നെയ്യിൽ ഈ ഡക്കിട്ട് കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കുക. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. നമുക്ക് ആ താറാവ് വേവിച്ചതിൻ്റെ വെള്ളം വേറെ വേണം, ആ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം വേറെ വേണം, പീസസ് വേറെ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. എനിക്ക് പക്ഷേ അതിനകത്തു നിന്നുള്ള ആ ഒരു നെയ്യ് പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ എണ്ണ രണ്ടാമത് ചേർക്കുക. ആ എണ്ണയിലേക്ക് ഞാനിപ്പോൾ ചേർത്തത് നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ആ മിക്സിയിൽ അടിച്ചതുണ്ടല്ലോ, ആ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയിൽ ഒരു അടി അടിക്കണമെന്ന് പറഞ്ഞല്ലോ, അതാണ് ഞാൻ ചേർത്തത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ മിക്സിയിൽ ചേർത്തത് നമ്മൾ ആ പൊടികളെല്ലാം കൂടെ മിക്സിയിൽ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തല്ലോ, അതാണ് ഇപ്പോൾ ചേർത്തത്. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റണം കേട്ടോ. ആ മിക്സിയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ അകത്തെ ഒട്ടും അരപ്പ് കളയാതെ എടുക്കണേ. വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ചെറിയ തീയിൽ എത്രയും വഴറ്റാൻ പറ്റുമോ അത്രയും നന്നായിട്ട് വഴറ്റുക. പിന്നെ ഇതിനിരിച്ച് നന്നായിട്ട് എണ്ണ വേണം. എണ്ണ ഒരു 1/2 കപ്പോളം വേണം. അരയോ അതിൽ കൂടുതലോ വേണ്ടി വരും. ചിലപ്പം നമ്മുടെ താറാവിൻ്റെ എന്തുമാത്രം നെയ്യുണ്ടോ അതനുസരിച്ചിരിക്കും. ഇതിപ്പോൾ ഉള്ളത് ഞാൻ ഒരു 5 വലിയ പൊട്ടാറ്റോ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ട് അത് ഫ്രൈ ചെയ്തതാണ്. ഇതെല്ലാം റോസ്റ്റിലായി കഴിയുമ്പം അതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനുമായിട്ട്
അപ്പം നമുക്ക് അതൊരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡക്ക് പോലും വേണ്ട, അതിൻ്റെ ആ ഒരു അരപ്പും ആ ഒരു പൊട്ടറ്റോയും കൂടെ ആ ഒരു പെരണ്ടിരിക്കുന്ന ആ ഒരു അതിലോട്ട് നന്നായിട്ട് അങ്ങ് പിടിക്കും അതിൻ്റെ ഗ്രേവി. അപ്പം അതിനാണ് സത്യം പറഞ്ഞാൽ ഡക്കിനേക്കാൾ ടേസ്റ്റ്. പൊട്ടറ്റോ ഇടണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ, പക്ഷേ അത് ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂട്ടും. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ആ പൊട്ടറ്റോയുടെ ആ ഒരു ഇതും കൂടെ കിട്ടുമ്പോഴത്തേക്ക് ആ അരപ്പും കൂടെ കിടക്കുമ്പോൾ ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കണ്ടല്ലോ, ഇത് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം അതിൻ്റെ കളർ എന്തുമാത്രം മാറി 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 വന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നല്ല ഒരു കറുത്ത നിറത്തോടെ ഡാർക്ക് ബ്രൗൺ കളറായി. ഇനി അതിലേക്ക് നമ്മൾ ഡക്കിൽ നിന്ന് ഇറങ്ങിയ ആ നെയ്യിൽ തന്നെ ആ ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ആ ഡക്കിൻ്റെ പീസസ് എല്ലാം കൂടി ഇതിലോട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റണം, ഒരു 10-15 മിനിറ്റ്. ഇപ്പം ഞാനത് ഇളക്കാൻ ഇച്ചിരി പാടായതുകൊണ്ട് ആ താറാവ് വേവിച്ച ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. കുറച്ച് നേരം അങ്ങനെ വഴറ്റിയ ശേഷം നമുക്ക് ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് താറാവ് വേവിച്ച ആ ഒരു വെള്ളം മൊത്തമായിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ, സോറി. നിങ്ങൾ കണ്ടല്ലോ ഇപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടല്ലോ, അതപ്പോൾ ഒഴിച്ചു കൊടുത്തു. പക്ഷേ സ്റ്റോക്ക് ഇതിൽ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ. അപ്പം നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും പച്ചവെള്ളം അതിനകത്ത് ഒഴിക്കരുത്, തിളപ്പിച്ചിട്ടേ അതിനകത്ത് ചേർക്കാവുള്ളൂ ഗ്രേവി കൂട്ടണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പം ഞാനൊരു ഇച്ചിരി ഒന്ന് പെരണ്ടിരിക്കുന്ന രീതിയിലാണ് എടുത്തത്, ഒരുപാട് ഞാൻ ഗ്രേവി ആക്കിയില്ല. ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇളക്കി അത് അടച്ചു വെച്ച് കുറച്ച് നേരം കൊണ്ടൊന്ന് വേവിച്ചു. ഇപ്പം ദേ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴാണ് കറിവേപ്പില ഞാൻ കുറച്ച് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ആ ചൂടോടായതുകൊണ്ട് അതിൻ്റെ അകത്ത് കിടന്ന് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു മണം, അല്ലെങ്കിലും ഞാൻ അവസാനം കുറച്ച് ചേർക്കാറുണ്ട്, ആദ്യം ചേർത്താലും അവസാനം കുറച്ചുകൂടെ ഫ്രഷായിട്ട് ചേർക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വറുത്തതെല്ലാം കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പക്ഷേ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ, ഒരു പിടിയൊന്ന് മാറ്റി വെച്ചേക്കണം. നമുക്ക് അത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്കറിയാലോ, അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ഒന്നാന്തരം ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, റെസിപ്പീസൊക്കെ പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ദേ നമ്മുടെ വറുത്ത പൊട്ടറ്റോയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയായി. ക്രിസ്മസുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു 2-3 വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട് ചെറുതായിട്ടൊന്ന് ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയത്, അതിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നതും അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു 2-3 വീഡിയോയും കൂടെ ഉണ്ട്. പിന്നെ ഒരു വെഡിങ് കേക്കിൻ്റെ ഒരു വീഡിയോ അത് ഡെലിവറി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു 2-3 വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. ക്രിസ്മസുമായിട്ട് നിങ്ങളെല്ലാവരും തിരക്കാണെന്നുണ്ടെങ്കിലും സമയമുണ്ടെങ്കിൽ അത് കാണണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.